ഇപ്പോഴത്തിരിക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കായി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി ടി.വി.കെ നേതാവ് വിജയ് രംഗത്തെത്തിയിരിക്കുകയാണ്. ടി.വി.കെ അധികാരത്തിലെത്തിയാൽ വനിതകളുടെ ക്ഷേമത്തിനായി നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്നും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുമെന്നുമാണ് വിജയ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ടി.വി.കെയുടെ വനിതാ ദിനാഘോഷ പരിപാടിക്കിടെയായിരുന്നു വിജയുടെ പ്രതികരണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കില്ല. കൂടാതെ അന്നപൂർണി സൂപ്പർ 6 സ്കീം എന്ന പേരിൽ ഒരു വർഷം ഒരു കുടുംബത്തിന് 6 LPG ഗ്യാസ് സിലിണ്ടർ നൽകും. അണ്ണൻ സീർത്തിട്ടം പദ്ധതിയുടെ കീഴിൽ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് 8 ഗ്രാം സ്വർണവും ഗുണനിലവാരമുള്ള പട്ടുസാരിയും നൽകും. സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനായി കർമ്മരാജാർ അഷുറൻസ് സ്കീമിന്റെ ഭാഗമായി വർഷം 15,000 രൂപ നൽകും. ഈ തുക വിദ്യാർത്ഥികളുടെ അമ്മയ്ക്കോ രക്ഷിതാവിനോ ആയിരിക്കും കൈമാറുക എന്നും വിജയ് അറിയിച്ചു. തമിഴ്നാട്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് സ്ത്രീകൾക്ക് സംസ്ഥാനത്ത് എവിടെയും സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. കൂടാതെ സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവർക്ക് പ്രത്യേക പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കും. ഇത് തന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മുന്നോട്ടു പോകും. റാണിവേലു നാച്ചിയാർ പടൈ എന്ന പേരിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഇല്ലാതാക്കാൻ പുതിയ പദ്ധതി ആരംഭിക്കും. പദ്ധതിയുടെ ലക്ഷ്യം പൂർണ്ണമായും ജനങ്ങൾക്ക് ലഭിക്കാൻ വനിതാ ഉദ്യോഗസ്ഥരെ മഫ്തി വേഷത്തിൽ വിവിധയിടങ്ങളിൽ വിന്യസിക്കും. 500-ലധികം സംഘങ്ങളായിരിക്കും ഇത്തരത്തിൽ നഗരങ്ങളിൽ ഉണ്ടാവുക. കൂടാതെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ സ്മാർട്ട് പാനിക് ബട്ടണുകൾ വിന്യസിക്കും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടാക്കുമെന്നും വിജയ് പറഞ്ഞു. പൊതുവിതരണ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ സൗജന്യമായി സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യും. കൂടാതെ സ്ത്രീകളുടെ സ്വയം പര്യാപ്ത സംഘടനകൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത ലോണുകൾ നൽകും. തായ്മാമൻ തങ്കമോതിരം തിട്ടം എന്ന പേരിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമോതിരം നൽകുമെന്നും വിജയുടെ പ്രഖ്യാപനത്തിലുണ്ട്.